വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള ഗോബി ബജിയാണ്. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ സൈസിലുള്ള ഒരു കോളിഫ്ലവറാണ്. കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിലേക്ക് ഒരു വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് വെളുത്തുള്ളി നമുക്ക് തൊലിയോട് കൂടിയിട്ട് തന്നെ ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് കപ്പ് കോൺഫ്ലവർ എടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമ്മൾ കോളിഫ്ലവറിൽ മൈദ ഇട്ടിട്ട് ഇതുപോലെയാണ് നമ്മൾ ബജി ഉണ്ടാക്കുമ്പോൾ ബാറ്റർ റെഡിയാക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിനുള്ള മാവിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് നമുക്കതിൽ കോട്ടിങ് പിടിക്കുന്ന രീതിയിൽ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ നമുക്ക് ബജി ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കാം. ഈ ഒരു പാകത്തിനാണ് നമ്മൾ ബാറ്റർ കോട്ടിങ് അതിൽ പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കേണ്ടത്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ആ മൈദയെല്ലാം ശരിക്കും അതിൻ്റെ കറക്റ്റായിട്ട് അതിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബാറ്റർ റെഡിയാക്കിയിട്ട് അതിൽ മുക്കി പൊരിക്കുന്നതാണെങ്കിൽ ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ചില്ലി ഗോബി റെഡിയാക്കുന്നത്. അതിൽ പിന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സോസും ക്യാപ്സിക്കലും ഒരു സോസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബജിൻ്റെ കൂടെയെല്ലാം നമ്മൾ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കും. അപ്പോൾ ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് സെർവ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈസിയാണ്. ഒരു ഉള്ളി നമ്മൾ പാനിലിട്ടിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് തന്നെ ഒരു 2 തക്കാളിയും കൂടിയും കട്ട് ചെയ്തിട്ട് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നമ്മൾ മിക്സിയിലിട്ടിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടി അതിൽ ചേർത്ത് അടിച്ചെടുക്കുന്നതാണെങ്കിൽ നമുക്ക് നല്ല ബജിൻ്റെ കൂടെ ഏത് ബജിൻ്റെ കൂടെ വേണമെങ്കിലും കൂട്ടി കഴിക്കാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡിയായി കിട്ടും. നമുക്ക് പുറത്തെല്ലാം പോയിട്ട് കഴിക്കുമ്പോൾ എക്സിബിഷൻ അവിടെ നിന്നെല്ലാം പോയിട്ട് കഴിക്കുമ്പോൾ അതുപോലത്തെ ഒരു ചമ്മന്തിയാണ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടാൻ. പിന്നെ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും ഒരു ലൈമും കൂടിയും പിഴിഞ്ഞിട്ട് ആ ചമ്മന്തിയിൽ മുക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ സാധാരണ മുളക് ബജി ഗോബി ബജിയെല്ലാം നമ്മൾ സാധാരണ എക്സിബിഷനെല്ലാം പോയാലാണ് വാങ്ങി കഴിക്കാൻ. അപ്പം ഇപ്പോൾ നമുക്ക് അതൊന്നും പറ്റാത്തതുകൊണ്ട് നമുക്കിതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയും നല്ല ഹൈജീനിക്കായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബജിയാണ് ഗോബി ബജി. നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും നമുക്കിത് കിട്ടാൻ. നമ്മൾ മൈദയും കോൺഫ്ലവറും മിക്സ് ചെയ്തിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇതിൽ ചേർക്കേണ്ട, മുട്ടയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ. എണ്ണൻ്റെ ചൂട് കുറയുമ്പോൾ ബാറ്ററി ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ട് പുറത്തേക്ക് ഒഴുകിപ്പോയിട്ട് പിന്നെ കോളിഫ്ലവർ വേറെ അതിൻ്റെ മാവ് വേറെയൊക്കെ എടുക്കും. അതുകൊണ്ടാണ് നല്ല ചൂടായ എണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കേണ്ടത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.